തെളിഞ്ഞ കാലാവസ്ഥ, നല്ല അടിപൊളി വ്യൂ. ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ. പച്ചങ്ങന്മാരെ നീണ്ട 5 ദിവസത്തെ അവധി കഴിഞ്ഞ് ജോലിക്ക് പോവാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കും എന്താ യുദ്ധം കാരണമാണ് ഈ 5 ദിവസത്തെ ലീവ്? അല്ല കേട്ടോ. പൊതുവെ എല്ലാ ആഴ്ചയിലും ശനി ഞായർ അവധിയാണ്. അത് റമദാനായപ്പോൾ വെള്ളിയും കൂടി അവധിയാക്കി തന്നു. വെള്ളി ശനി ഞായർ അവധിയാണ്. പിന്നെ ഈ യുദ്ധം കാരണം വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം തിങ്കളും ചൊവ്വയും അവധിയാക്കി തന്നു. അങ്ങനെ 5 ദിവസം കണ്ടിന്യൂ അവധിയായിരുന്നു. അബുദാബി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമല്ലോ. അബുദാബി ടൗണൊക്കെ വളരെ ശാന്തമാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇന്നും നാളെയും ജോലിക്ക് പോയാൽ വീണ്ടും വെള്ളി ശനി ഞായർ ആഴ്ചയിലെ 3 അവധി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല. ഇവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് സെക്യൂരിറ്റിയാണ് നമ്മൾ പ്രവാസികൾക്കും ചെയ്തിട്ടുള്ളത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അലാറം വരുന്നു, നമ്മളോട് സേഫ്റ്റി ആയിട്ട് വീട്ടിലിരിക്കാൻ പറയുന്നു, പുറത്തിറങ്ങിയതെന്ന് പറയുന്നു. ഇവിടെ വന്ന ഡ്രോൺ ആയിക്കോട്ടെ, മിസൈലായിക്കോട്ടെ, അതൊക്കെ അവർ പൊട്ടിച്ച് തരിപ്പിടാക്കിയിട്ടുണ്ട്. ഒന്നും എന്തായിട്ടില്ല, ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. ഇവിടുത്തെ ഡിഫൻഡർമാർ ഉഷാറായിരുന്നു, നല്ല ഉഷാറായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ കുറച്ച് ഇത് മേലെ കൂടി പോകുന്ന സാധനം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അത് പൊട്ടിച്ചിടുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിലേക്ക് വരാതിരിക്കാനാണ് നമ്മളോടൊക്കെ വീട്ടിലിരിക്കാൻ പറഞ്ഞിരുന്നത്. അത് കേൾക്കാതെ കുറേ ആളുകളൊക്കെ പുറത്തിറങ്ങിയവർക്ക് ചെറിയ അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുറ്റമല്ല, അത് സ്വന്തം വരുത്തി തീർത്ത കുറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് അവധിയും പുറത്തൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും സുരക്ഷിതമായി നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാതെ പുറത്ത് കൂടി ചാടിയിട്ട് നമ്മൾ സ്വയം വരുത്തിക്കുന്നതിന് ഇവിടുത്തെ ആളുകൾ ഉത്തരവാദിയല്ല, അത് സ്വയം വരുത്തി വെച്ചതാണ്. നിങ്ങൾ എന്നോട് ചോദിക്കും എന്താ അപ്പോൾ ഈ പുറത്തു കൂടി ഇറങ്ങുന്നത്? ഞാൻ ജോലിക്ക് പോവാണ്, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തത് മാത്രം. ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി. ആരും ബേജാറാവണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇവിടെ യാതൊരുവിധ പ്രയാസമോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഓക്കെ. കൂടുതൽ പുതിയ വിശേഷവുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഓക്കെ.